നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചിന്താമരയുമായുള്ള തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. നടന്ന വഴി തിരിച്ച് രാത്രി നടന്ന വഴി ഒന്ന് കാണിക്കും. ഇതുവഴി പോകാം, തിരിച്ചു വന്നത്. അപ്പോൾ ഇതിലേക്ക് അതെ ആ ബാധിക്കാൻ കൂടെ ആണ് ചോദിക്കണം. ഇല്ല, മലയുടെ മുകളിൽ പോകാനല്ല, മുകളിൽ കയറാനല്ല. ഞാൻ ചോദിച്ചു ഇതുവരെ നിങ്ങൾ ഏത് വഴിയാണ് പോയി ഇങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് ഏത് മലയിലേക്ക് പോയ വഴി അതായിരുന്നു എന്നാണ് ചോദിച്ചത്. നേരെ രണ്ടുപേർ പോകുന്നുണ്ട്. അതെ, അപ്പോൾ ഇയാൾ കഴിഞ്ഞ തിരിച്ച് തിരിച്ചു പോയത് അപ്പുറത്തെ വഴിയിലൂടെയാണ്. രാത്രി അത് വഴി ആ പിള്ളേർ നിൽക്കുന്ന വഴിയിലൂടെ അല്ലേ? ആ ശരി, അങ്ങോട്ട് പോകാം, പോട്ടെ. അതാണ് രണ്ട് പോലീസ് കപ്പി നോക്കിയത് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചിന്താമരയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുന്നു. പോത്തുണ്ടിയിൽ അല്പസമയം മുമ്പാണ് പ്രതിയെ ആലത്തൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കസ്റ്റഡിയിൽ വിട്ടത്. നാളെ 3 മണിവരെ പോലീസ് കസ്റ്റഡിയിലാണ് ചിന്താമര. കോടതിയിൽ നിന്ന് നേരെ പോത്തുണ്ടിലേക്ക് തെളിവെടുപ്പിനായി എത്തിച്ചു. സ്ഥലത്ത് വലിയ പോലീസ് സന്നാഹമുണ്ട്. ഏതാണ്ട് 400-ലധികം പോലീസുകാരെ സുരക്ഷയ്ക്കായി വിന്യസിച്ചിട്ടുണ്ട്. പ്രദേശവാസികൾ നേരത്തെ ചിന്താമരയെ പിടികൂടിയ ദിവസം മുതൽ വലിയ ജനരോഷം സ്ഥലത്തുണ്ടായിരുന്ന സംഘർഷത്തിലേക്ക് പോലീസുമായി ഉണ്ടായ ഒരു ഏറ്റുമുട്ടലിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. ഇതെല്ലാം കണക്കിലെടുത്ത് വലിയ സുരക്ഷയാണ് സ്ഥലത്ത് ഏർപ്പെടുത്തിയിട്ടുള്ളത്. സുധാകരനും അമ്മലക്ഷ്മിയും കൊല്ലപ്പെട്ട സ്ഥലത്തടക്കം പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുന്നു. പ്രതി ഒളിച്ചു താമസിക്കുകയും ആയുധം സൂക്ഷിക്കുകയും ചെയ്ത സ്ഥലത്തും ഇയാളുടെ വീട്ടിലും ഭക്ഷണം കഴിക്കാൻ രാത്രി ഇയാളുടെ വീട്ടിലെത്തി ഇവിടെയടക്കം പോലീസ് തെളിവെടുപ്പ് നടത്തും. പ്രതി കുറ്റം ചെയ്തത് വിശദീകരിക്കുകയാണ്. പോലീസിനോട് ഓരോ കാര്യങ്ങൾ വിശദീകരിച്ച് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നുമുണ്ട്. പോലീസിന്റെ ചോദ്യങ്ങൾക്കനുസരിച്ച് ഇതെല്ലാം അന്വേഷണ സംഘം വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുമുണ്ട്. ഓരോ സ്ഥലത്തും കേസുമായി ബന്ധപ്പെട്ട് പ്രതി എത്തിയ സ്ഥലം, ഒളിച്ചിരുന്ന സ്ഥലം, കൊലപാതകം നടത്തിയ സ്ഥലം എന്നിങ്ങനെ ഓരോ ഭാഗങ്ങളുമായി പോലീസ് പ്രതിയുമായി ഇപ്പോൾ തെളിവെടുപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ പോലീസ് സന്നാഹമാണ് അവിടെയുള്ളത്. ലെവിൻ കെ വിജയനുണ്ട്. ലെവിൻ, ഇപ്പോൾ തെളിവെടുപ്പ് തുടരുകയാണല്ലോ. ഈ ചിന്താമരയുമായി അന്വേഷണ സംഘം ഇപ്പോൾ ഏത് ഭാഗത്തു കൂടിയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? അരുണെ, ചിന്താമരയുമായി ഈ തൊട്ടടുത്തുള്ള നേരത്തെ തെളിവെടുപ്പ് നടത്തി കൊലപാതകം നടന്ന സ്ഥലം, അവിടെ നിന്നും വെട്ടിക്കൊലപ്പെടുത്തി എന്ന് കാണിച്ചു കൊടുത്തതിന് ശേഷം പ്രതിയുടെ വീട്ടിലേക്കാണ് കയറിയത്. വീടിനുള്ളിൽ കയറി വീട്ടിനുള്ളിൽ ആയുധം വെച്ചത് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. തൊട്ടു പിന്നാലെ വീടിന് അടുക്കള വശത്തുകൂടി ഇറങ്ങി പുറത്ത് വീടിന് പുറകുവശത്തേക്ക് എത്തി. അവിടെ വിഷക്കുപ്പിയുടെ അടപ്പാണെന്ന് തോന്നുന്നു, അത് ഉപേക്ഷിച്ചത് കാട്ടിക്കൊടുത്തു. അതിന് പിന്നാലെ തന്നെ ഈ പ്രതിയുടെ ചിന്താമരയുടെ വീടിന് പിറകുവശത്തു കൂടിയാണ് വന്ന് മുറ്റത്തെ നടയിലൂടെ ഇറങ്ങി കൊലപാതകം നടന്ന പെട്ടേറ്റ് കിടന്ന ലക്ഷ്മിയമ്മയുടെയും സുധാകരന്റെയും മൃതദേഹങ്ങൾ മറികടന്ന് മുന്നോട്ട് പോയത്. ഈ സുധാകരന്റെ വീടിന്റെ മുൻവശത്തു കൂടിയുള്ള ഇടത്തേക്ക് തിരിഞ്ഞ് പാടശേഖരത്തിലേക്ക് ഇറങ്ങി. അധികം ആരും പെട്ടെന്ന് കണ്ടാൽ തിരിച്ചറിയാത്ത അത്ര ദൂരത്തിൽ ഇടവഴിയിലൂടെ അല്ലെങ്കിൽ പാടവരമ്പത്തൂടെ നടന്നാണ് ഈ ആളൊഴിഞ്ഞ പറമ്പുകൾ താണ്ടി പ്രതി ഈ പാടശേഖരത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പാടശേഖരത്തിന് നടുവിൽ നിന്ന് എത്തിയതിനു ശേഷം ആ നടുവിലൂടെയുള്ള വരമ്പിലൂടെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയതെന്നാണ്, അതായത് വനപ്രദേശത്തേക്ക് ഒളിവിൽ പോയതെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. ആ പാടവരമ്പത്ത് കൂടിയാണ് ഇപ്പോൾ പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നെൽപ്പാടമാണ്, അതുകൊണ്ട് തൊട്ടടുത്ത് നിന്ന് ഒരാൾക്കും ഈ പ്രതി ആരാണ് അല്ലെങ്കിൽ ഇതിലെ നടന്നു പോകുന്നതെന്ന് എത്ര വേഗത്തിൽ എതിർവശത്ത് നിൽക്കുന്ന ആളുകൾക്ക് മനസ്സിലാവില്ല. ഈ പാടവരമ്പത്തായത് കൊണ്ട് തന്നെ, ഈ 10 മണി ആ സമയമായതുകൊണ്ട് തന്നെ, അതായത് പകൽ പുരുഷന്മാർ അടക്കമുള്ള ആളുകൾ, കൂടുതൽ ആളുകളും ജോലിക്ക് പോവുകയും വയലിലെ ജോലികൾ പൂർത്തീകരിച്ച് അതിരാവിലെ മറ്റും ആളുകൾ തിരികെ
വീടുകളിലേക്ക് മടങ്ങുകയും ചെയ്യുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ ഈ പ്രതി കൃത്യം നടത്തിയ സമയത്ത് രക്ഷപ്പെടുന്ന വഴി ഇവിടെ അധികം ആളുകൾ ആരും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാവുന്നത്. അതേ നിലയിൽ ആ സാഹചര്യങ്ങളൊക്കെ സമയവ്യത്യാസമുണ്ടെങ്കിൽ പോലും പുനഃസൃഷ്ടിച്ചുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ തെളിവെടുപ്പുമായി മുന്നോട്ട് പോകുന്നത്. പ്രതി രക്ഷപ്പെട്ട വഴി ഈ പാടവരമ്പത്ത് കൂടിയാണ്. നമ്മൾ മുൻപ് ഇതുവഴി സഞ്ചരിച്ചിട്ടുണ്ട്. പ്രതിയുടെ തറവാട് വീടിന് പരിസരത്ത് കൂടിയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോകാനുള്ള വഴിയിലൂടെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. നേരത്തെ പോലീസ് നായ മണം ഗന്ധം തിരിച്ചറിഞ്ഞ് ഇവിടെ വന്ന് കുളത്തിനടുത്ത് പ്രതി എത്തിയതായി കണ്ടെത്തിയിരുന്നു. ആ കുളത്തിന്റെ പരിസരത്തേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇതുവരെ ഈ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് പ്ലാൻ ചെയ്ത പദ്ധതിക്ക് അനുസരിച്ച് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. വലിയ കാര്യമായ സുരക്ഷാ ശരി ലെവിൻ, പ്രശ്നങ്ങൾ നെന്മാറ ഇരട്ടക്കൊലക്കേസ് ഒരു നാടിനെയാകെ നടുക്കിയ സംഭവമായിരുന്നു. ഇരട്ടക്കൊലക്കേസ് പ്രതി ചിന്താമരയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ്. നാളെ വൈകുന്നേരം 3 മണിവരെ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ചിന്താമര. ഇപ്പോൾ കൊലപാതകം നടന്ന വീട്ടിലും ഒളിവിൽ പോയ സ്ഥലത്തുമടക്കം ചിന്താമര പോലീസുമായി തെളിവെടുപ്പ് തുടരുന്നു. സംഭവസ്ഥലത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ലെവിൻ കെ വിജയനും പ്രസാദ് ഉടുമ്പശ്ശേരിയും.